പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലിയർപ്പണത്തിന് ഒരുക്കമായി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ബലിയർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ദൈവം നമുക്ക് തരും. വിശുദ്ധ കുർബാനയെ പ്രണയിച്ച നിരവധി വിശുദ്ധരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെയൊക്കെ ജീവിതത്തിന് ആവശ്യമായ ശക്തി, സൗഖ്യം എല്ലാം വിശുദ്ധ കുർബാനയിലൂടെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോയ പല വിശുദ്ധരുമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ മനസ്സ് ഒരു സക്രാരിയായി ഒരുക്കി പരിശുദ്ധമായ ബലിയിലേക്ക് പ്രവേശിക്കുവാൻ കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ ഒരുക്കത്തിൻ്റെ സമയം, ഈ ആരാധനയുടെ സമയം, വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ട് മുമ്പുള്ള ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം, ഗൗരവപൂർവ്വം പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അങ്ങനെ വിശുദ്ധ ബലിയിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം. ഒരു സക്രാരിയാ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയാ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. സ്വയം ഭോജ്യമാ യോവൊരുക്കുന്നൊരീ വിരുന്നിൽ ഈശോ സ്വയം ഭോജ്യമാ. ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീ വേദി. ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും ഒരു സക്രാരിയാ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ. അല്പസമയം നമ്മൾ ശാന്തതയിൽ, സ്വസ്ഥതയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 46:10 നമ്മൾ വായിക്കുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവത്തെ സ്വന്തമാക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാനയുടെ സമയം, ബലിയർപ്പണത്തിൻ്റെ സമയം. അതിന് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ജീവിതത്തിൽ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ,
പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്നവരായിരിക്കാം. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അതുപോലത്തെ അവസ്ഥകൾ. കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൽ നിന്നും ശക്തി സംഭരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്നിനും ഒരു കുറവും വരില്ല. അല്പസമയം ശാന്തമായി ഈശോയിലേക്ക് നോക്കി അവിടുത്തെ സ്വരം ശ്രവിച്ചും അവിടുത്തോട് ഹൃദയവികാരങ്ങൾ പങ്കുവച്ചും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മെ യഥായോഗ്യം വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്നതിന് സഹായിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. വിശുദ്ധ ഡൊമിനിക് സാവിയോ അദ്ദേഹം വെറും 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അൾത്താര ബാലനായി ആലയ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അതും അതിരാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ വരും. പക്ഷേ അച്ഛൻ വന്ന് പള്ളിയുടെ വാതിൽ തുറന്നിട്ടില്ല. അങ്ങനെ വന്ന് വൈദികൻ വന്ന് പള്ളിയുടെ വാതിൽ തുറക്കുന്നിടം വരെ അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം വാതിൽ തുറന്നാൽ അകത്ത് കയറും. അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള ഒത്തിരി സമയം പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. നമ്മളൊക്കെ ഇത്രയും പ്രായമായിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ പോകാത്ത പല ചിന്തകളും വെറും 7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്ദേഹം തൻ്റെ ജീവിതത്തിന് ഒരു നിയമാവലി ഉണ്ടാക്കി. ഇനി അത് വളരെ സ്ട്രിക്റ്റായിട്ട് കൃത്യതയോടുകൂടി തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറും 7 വയസ്സ് പ്രായമുള്ളപ്പോൾ, നമ്മുടെയൊക്കെ 7 വയസ്സ് പ്രായം, ആ സമയത്ത് നമ്മുടെ ചിന്താഗതി കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതാനും ചില കാര്യങ്ങൾ തൻ്റെ നിയമാവലിയിൽ അദ്ദേഹം എഴുതി വെച്ച ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, കൂടെ ഞാൻ കുമ്പസാരിക്കും. പിന്നെ കുമ്പസാരക്കാരൻ അനുവദിക്കുന്നിടത്തോളം കുർബാന സ്വീകരണവും ഞാൻ നടത്തും. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ നിയമാവലിയിൽ, താൻ അനുഷ്ഠിക്കുന്ന ആ നിയമാവലിയിൽ എഴുതി വെച്ച ആദ്യത്തെ കാര്യം. കൂടെ ഞാൻ കുമ്പസാരിക്കും. കുമ്പസാരക്കാരൻ അനുവദിക്കുന്നിടത്തോളം കുർബാന സ്വീകരണവും ഞാൻ നടത്തും എന്നൊക്കെ ചില റെസ്ട്രിക്ഷൻസ്, ചില കാര്യങ്ങളൊക്കെ, ചില ലിമിറ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇനി കുമ്പസാരക്കാരൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഒരുപക്ഷെ ഒന്നിലേറെ കുർബാന സ്വീകരണം നടത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് ഇദ്ദേഹം ആ നിയമാവലിയിൽ എഴുതി വെച്ചത് കൂടെ ഞാൻ കുമ്പസാരിക്കും. ഇന്ന് ആവശ്യത്തിന് പോലും കുമ്പസാരം നടത്താൻ ശ്രദ്ധിക്കാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. പാപത്തിലേക്ക് വീണിട്ട് ആ പാപത്തോടു കൂടി കുർബാനയ്ക്ക് പോവുകയും കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ, അത് പാടില്ല എന്നുള്ളത് ഈ വിശുദ്ധൻ തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. കൂടെ കുമ്പസാരിക്കുക. ഒരുപക്ഷെ ലഘുപാപങ്ങളെ ഉള്ളായിരിക്കാം, എങ്കിൽ പോലും കുമ്പസാരം എന്ന കുദാശ ഒരുപാട് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം എഴുതി ചേർത്തത്, സാബത്ത് ഏറ്റവും പരിശുദ്ധമായി ഞാൻ ആചരിക്കും എന്നാണ്. സാബത്ത്, നമ്മളൊക്കെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ടായിരിക്കാം. കുർബാനയ്ക്ക് പോകാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഇദ്ദേഹം 7 വയസ്സ് പ്രായമുള്ളപ്പോൾ എഴുതി വെച്ച ഒരു കാര്യമാണ്, സാബത്ത് അങ്ങേയറ്റം പരിശുദ്ധമായി ഞാൻ ആചരിക്കും. സാബത്ത് പരിശുദ്ധമായി ആചരിക്കുക എന്ന് പറഞ്ഞാൽ ആ സാബത്ത് ദിവസം ദൈവത്തിന് വേണ്ടി ആ ദിവസം ജീവിക്കാൻ, ദൈവമഹത്വത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ആ ദിവസം മാറ്റിവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ ഒരുപക്ഷെ മറ്റു പല കാര്യങ്ങളും അവധി വരുമ്പോൾ, ഞായറാഴ്ച വരുമ്പോൾ ജോലിയില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യാൻ മനസ്സിൽ കണ്ടിരിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ദൈവിക കാര്യങ്ങൾ ആയിരിക്കണമെന്നുമില്ല. ഇവിടെ ഈ വിശുദ്ധൻ പറഞ്ഞ ഒരു കാര്യമാണ്, സാബത്ത് ദിവസം ഞാൻ അങ്ങേയറ്റം പരിശുദ്ധമായിട്ട് ആചരിക്കും. ഇനി അതോടൊപ്പം മൂന്നാമതൊരു കാര്യം അദ്ദേഹം എഴുതി വച്ചു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരായിരിക്കുമെന്ന്. ഈശോയും മാതാവും, ഈശോയും
മറിയവും. അവരായിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നാണ് അദ്ദേഹം എഴുതി വച്ചത്. നമുക്കിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ, ചിലപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ സ്വഭാവവും പെരുമാറ്റവും ആവശ്യങ്ങളും കാരണം നമുക്ക് വേണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല. വേണമെങ്കിൽ യഥാവിധി ഒരു ബലിയിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റാതെ പോകുന്ന അവസ്ഥ, പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന, ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന സുഹൃത്തുക്കൾ പോലും നമുക്കുണ്ടാകാം. ഇവിടെ ഡൊമിനിക് സാവിയോ പറഞ്ഞൊരു കാര്യമാണ്, ഈശോയും മാതാവുമായിരിക്കും എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. നാലാമതൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഒരു പാപത്തിൽ വീഴുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു പാപത്തിൽ വീഴുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മളൊക്കെ കുമ്പസാരം നടത്തുമ്പോൾ അതിൻ്റെ പ്രാർത്ഥനയുടെ അവസാനം പറയാറുള്ളൊരു കാര്യമാണ്, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന്. പക്ഷെ അതെല്ലാം വിസ്മരിച്ച് പാപസുഖത്തിലേക്ക് നമ്മൾ പോകുന്ന സാഹചര്യങ്ങളായിരിക്കാം പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരിക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ, ആ ജീവിതത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു? തിരുത്തേണ്ടത് തിരുത്തുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധമായ ബലിയർപ്പണം, ആ പരിശുദ്ധമായ ബലിയർപ്പണം പരിശുദ്ധിയിൽ തന്നെ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:10 പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. ഈശോയിലേക്ക് നോക്കി ഈ വിശുദ്ധീകരണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ, ഞങ്ങളുടെ മനസ്സിൻ്റെ, ഞങ്ങളുടെ ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളും, എല്ലാ ആവശ്യങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് തൊട്ടനുഗ്രഹിക്കണമേ. ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ തിരുമനസ്സാകണമേ. ആ കൃപ വീണ്ടെടുത്ത് കൃപയുടെ നിറവിൽ ഇന്നത്തെ ബലിയർപ്പണം നടത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേർന്ന് ഹൃദയപൂർവ്വം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ നാഥാ. ഒന്ന് തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ. മതി, നിന്നെ ഓർത്താൽ മതി, എൻ്റെ ദുഃഖങ്ങൾ മാഞ്ഞു പോകും. ഒന്ന് വിളിച്ചാൽ മതി, നിന്നെ ഓർത്താൽ മതി, എൻ്റെ ദുഃഖങ്ങൾ മാഞ്ഞു പോകും. എൻ്റെ സ്വപ്നങ്ങളിൽ സ്വർഗരാജ്യം വരും, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും.
എൻ്റെ സ്വപ്നങ്ങളിൽ സ്വർഗരാജ്യം വരും. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കും. ഒന്ന് തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി, ഞാൻ സുഖമാകുവാൻ നാഥാ. നിൻ സ്തുതി പാടുവാൻ നാഥാ. വിശുദ്ധ കുർബാനയിൽ നിന്നും ദൈവിക ശക്തി നമ്മിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വസ്ഥമായിട്ട് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തോട് നമ്മുടെ ഹൃദയവികാരങ്ങൾ പങ്കുവെച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്കാവശ്യമായതും ആർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നോ അവർക്കാവശ്യമായതും ഈശോ നൽകും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനഭാഗം ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായം, അതിൻ്റെ 9 മുതലുള്ള തിരുവചന ഭാഗം. പ്രഭാഷകൻ 38-ൻ്റെ 9 മുതൽ. മകനെ, മകളെ, രോഗം വരുമ്പോൾ ഉദാസീനത കാണിക്കരുത്. കർത്താവിനോട് നീ പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭില ബലിയും സ്മരണാംശവുമായി നേർത്ത മാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യൻ്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ഈ വചനഭാഗം നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗാവസ്ഥകളെ, അത് ആത്മാവിന് ബാധിച്ചതോ മനസ്സിന് ബാധിച്ചതോ ശരീരത്തിന് ബാധിച്ചതോ ആയ രോഗാവസ്ഥകളെ ഈശോയുടെ മുമ്പിൽ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യത്തിനായി നാം പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുക. നാം തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിയണം. ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയണം. വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ബലി നമുക്ക് അനുഭവമാകണമെങ്കിൽ ഇക്കാര്യം വളരെ ആവശ്യമാണ്. ഹൃദയത്തിൽ നിന്ന് പാപക്കറകൾ കഴുകിക്കളയണം. തെറ്റായ വഴികളിൽ നിന്നും നമ്മൾ പിന്തിരിയണം. വൈദ്യന് അർഹമായ സ്ഥാനം നൽകണമെന്നും ചികിത്സ വേണ്ടടുത്ത് ചികിത്സ സ്വീകരിക്കണമെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 പറഞ്ഞിട്ടുണ്ട്, മരുന്നോ ലേപനൌഷധമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനം എന്നെ സുഖപ്പെടുത്തും. വൈദ്യന് സഹായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും ദൈവത്തിന് നമ്മെ സഹായിക്കാനും സുഖപ്പെടുത്താനും പറ്റും. ലൂക്ക 18:27 നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവകൃപ ലഭിച്ചവർക്ക് സാധ്യമാണ്. ആ ബോധ്യത്തോടെ അല്പസമയം വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരിക്കാം. വലിയ സ്നേഹത്തോടെ കർത്താവിനെ നോക്കാം. കർത്താവേ, എന്നെ കാണുന്ന അങ്ങേ ഞാനും കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൽ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക.
എൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും അങ്ങിൽ പരിഹാരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ഏറ്റെടുക്കും. ദൈവിക ചിന്തകളാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ ഏറ്റെടുക്കും. ഏതെല്ലാം മേഖലയിലാണ് നമുക്ക് വിശുദ്ധീകരണം വേണ്ടത്, ആ വിശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഹെബ്രായ ലേഖനം 10:22 നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ ബലിയെ നമ്മൾ സമീപിക്കുമ്പോൾ, അൾത്താരയെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ: സത്യഹൃദയം, രണ്ടാമത്തേത് ശുദ്ധ മനസാക്ഷി, മൂന്നാമത്തേത് പാപക്കറ ഏശാത്ത ശരീരം. ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നമുക്കൊന്ന് ഉറപ്പാക്കാം. വിശുദ്ധീകരണം ആവശ്യമായിട്ടുള്ള മേഖലകളെ പ്രത്യേകം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ രക്തത്താലും അങ്ങയുടെ വചനത്താലും ആത്മാവാകുന്ന അഗ്നിയാലും ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഏതെല്ലാം മേഖലയിൽ വിശുദ്ധീകരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മേഖലകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ശക്തി, ദിവ്യശക്തി ഞങ്ങളിൽ ഇപ്പോൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ ബലിയർപ്പണത്തിന് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈ സമയം കർത്താവേ, ഞങ്ങൾ ചിന്തിക്കേണ്ടത് ചിന്തിക്കുവാൻ, തിരുത്തേണ്ടത് തിരുത്തുവാൻ, അങ്ങനെ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുവാൻ, അനുതാപത്തോടെ അങ്ങയുടെ പക്കലേക്ക് വരുവാൻ, വിശുദ്ധിയോടെ അങ്ങയെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ആഴമായ വിശ്വാസത്തോടെ ആ ബലി അർപ്പിക്കുവാൻ, വലിയ സ്നേഹത്തോടെ ബലി അർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഇവരെ ഓരോരുത്തരെയും അവിടുന്ന് ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി അയക്കണമേ, അവിടുത്തെ കൃപ നിറയ്ക്കണമേ, അവിടുത്തെ സ്നേഹം ഇവരുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. ആ സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതം രൂപപ്പെട്ട് ഓരോ ബലിയും അർപ്പിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളോട് ചേർന്നിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് വരുന്ന ബലിയർപ്പണത്തിനായിട്ട് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഈ ഗാനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുകുത്താം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്ത് തുടർന്ന് വരുന്ന വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കരുണ്യവനായ കർത്താവേ, അവിടുത്തെ ശക്തി ഈ ദാസരുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ശക്തി ഇവരിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവരിൽ സൗഖ്യമായി മാറട്ടെ, ആനന്ദമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ. അഭിഷേകം ഏറ്റെടുത്ത് ബലിയർപ്പിച്ച് കൂടുതൽ കൃപകൾ, അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ഇവർക്ക് വരമരുളണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിരസ്സ് നമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമകാരുണ്യ